ചരിത്രപരമായ മാറ്റങ്ങളിലേക്ക് ഇനി ഇപ്പം നടക്കുന്ന യുദ്ധം എത്തുമെന്നുള്ള ഒരു പ്രസ്താവനയാണ് ഇറാൻ്റെ ഭാഗത്തു നിന്ന് പുറത്തു വരുന്നത്. എന്താ പറഞ്ഞതെന്നറിയോ? അറേബ്യൻ രാജ്യങ്ങളിൽ ഇനി അമേരിക്കയ്ക്ക് കോളനി ഉണ്ടാകില്ല എന്ന തരത്തിൽ സർവാധിപത്യം വിതച്ചുകൊണ്ടാണ് ഈ മേഖലയിൽ അമേരിക്ക ആഘോഷിക്കുന്നത്. അഥവാ എല്ലാ അറേബ്യൻ രാജ്യങ്ങളും അമേരിക്കയുമായിട്ടാണ് നയതന്ത്ര ബന്ധം, സൗഹൃദ ബന്ധം, ബിസിനസ് ബന്ധം, എല്ലാ ബന്ധങ്ങളും ഉണ്ടാകുന്നത്. പെട്രോളിയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ ബന്ധം പുലർത്തുന്ന ആരുമായിട്ടാണ്? അമേരിക്കയായിട്ടാണ്. അത് പതിറ്റാണ്ടുകൾ മുമ്പേ അങ്ങനെ തന്നെയാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് ഇന്ത്യയുടെ നയം എന്ന് പറഞ്ഞാൽ ചേരിചേരാൻ നയമായിരുന്നു. അന്ന് സോവിയറ്റ് യൂണിയൻ, അമേരിക്ക രണ്ട് രാജ്യങ്ങളായിരുന്നു സർവാധിപതികളായിട്ട് ഉണ്ടായിരുന്നത് രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം. അപ്പോൾ പരമാവധി രാജ്യങ്ങളെല്ലാം അമേരിക്കയുടേത്, ശേഷിക്കുന്ന രാജ്യങ്ങളെല്ലാം സോവിയറ്റ് യൂണിയൻ. രണ്ട് കക്ഷികളെ, രണ്ട് ഈ രൂപങ്ങളായിട്ട് മാറി, ഓട്ടോമാറ്റിക്കായിട്ട് മാറി. അങ്ങനത്തെ ഒരു സംവിധാനമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് ചുരുക്കം. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ, അത് ക്യൂബ ആണെങ്കിലും വെനിസ്വല ആണെങ്കിലും ചൈന ആണെങ്കിലും ഇതെല്ലാം, കൊറിയ ആണെങ്കിലും ഇതെല്ലാം സോവിയറ്റ് യൂണിയനോടൊപ്പം ചേർന്നു. അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ. ഇന്ത്യ ആ സമയത്ത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ആ കാലഘട്ടത്തിൽ എന്ത് ചെയ്തു? ചേരിചേരാ നയം സ്വീകരിച്ചു. രണ്ട് രാജ്യങ്ങളുമായിട്ട് ബന്ധം, രണ്ട് രാജ്യങ്ങളുമായിട്ട് സൗഹൃദം, തത്തുല്യമായിരിക്കുന്ന ഒരു സമീപന രീതി അങ്ങനെ സ്വീകരിച്ച അപൂർവ രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ്. എന്നാലും തമ്മിൽ കൂടുതൽ ആരുമായിട്ടാണ് ബന്ധം എന്ന് ചോദിച്ചാൽ അത് സോവിയറ്റ് യൂണിയനായിട്ടാണ്. ആ കാലഘട്ടത്തിലെ അങ്ങനെയാണ്. പിന്നീട് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടം, അവർക്ക് ശേഷം രാജീവ് ഗാന്ധി വന്നു, ഐ.കെ. ഗുജ്റാൾ വന്നു. ഇവരെല്ലാവരും ഏറെക്കുറെ ഈ നയത്തെ പിന്തുടരുന്നവരാണ്. അഥവാ സോവിയറ്റ് യൂണിയനോട് കുറച്ച് താല്പര്യം അധികം, എന്നാൽ ചേരിചേരാൻ നയം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു വരുന്നത്, ഈ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് ലോകത്താകമാനമുള്ള സമ്പാദ്യത്തിൻ്റെ അല്ലെങ്കിൽ സാമ്പത്തിക സംവിധാനത്തിൻ്റെ 30% ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ്, അറേബ്യൻ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അമേരിക്ക എന്ന് പറയുന്ന രാജ്യം അവരുടെ ആയുധങ്ങൾ വിൽപ്പന നടത്താൻ ഏറ്റവും നല്ല വിപണിയായിട്ട് കണ്ടത് അറേബ്യൻ രാജ്യങ്ങളാണ്. അറേബ്യൻ രാജ്യങ്ങളിൽ ഇനി അമേരിക്കയുടെ കോളനി അനുവദിക്കില്ലെന്ന് ഇറാൻ. ഇതോടെ ഈ മേഖല അല്ലെങ്കിൽ ഈ യുദ്ധം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയാണ് എന്നുള്ളത് കൃത്യമായിരിക്കുകയാണ്. എന്താണ് അവർ പറഞ്ഞത്? കോളനി വൽക്കരണ സംവിധാന കാര്യങ്ങളെല്ലാം നിലനിൽക്കുന്ന ഒരു മേഖലയാണ് മിഡിൽ ഈസ്റ്റ് മേഖല. അതുകൊണ്ടാണ് ആ രാജ്യങ്ങൾ സാമ്പത്തികമായ രീതിയിൽ വലിയ അഭിവൃദ്ധിയും പുരോഗതിയും ഉണ്ടാക്കുന്നു എങ്കിലും പ്രതിരോധ രംഗത്ത് വട്ടപൂജ്യമാണ്, വലിയ പരാജയമാണ്. ഇസ്രായേലിനെ പേടിച്ചുകൊണ്ട് മിഡിൽ ഈസ്റ്റിലെ അറേബ്യൻ രാജ്യങ്ങൾ ജീവിക്കേണ്ട ഒരു അവസ്ഥ ഇനി ഉണ്ടാവില്ലെന്ന് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ പറയുന്നു. ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി പറയുന്നു. അവർക്ക് മേലെ കയറിക്കൊണ്ട് മുജ്തബ അലി ഖംനായുടെ പ്രസ്താവനയും പുറത്തു വരുന്നു. അതോടുകൂടി പൂർത്തിയാണ്. കാര്യം എന്ന് പറയുന്നത്, ഇത്തരം സംഭവങ്ങൾ രാജ്യ പുരോഗതിയെ ഒരുപക്ഷെ ഗുണപരമായിട്ട് ബാധിക്കുമെങ്കിലും രാജ്യസുരക്ഷയെ സാരമായിട്ട് പ്രതികൂലമായിട്ട് അത് ബാധിക്കുന്നു. ഇനി അതുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന് സ്വൈര്യ ജീവിതം, സ്വൈര്യ സമാധാനം ഉണ്ടാവുന്ന ഒരു പ്രവർത്തനങ്ങൾ ഇനി അറേബ്യൻ രാജ്യങ്ങൾ ഉണ്ടാവില്ലെന്ന് ഇറാൻ പറയുന്നു. ഇത് ഇറാൻ പറയുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. അവർ പറയുമ്പോൾ ആ പ്രവൃത്തി അവർ ചെയ്യും. അമേരിക്ക പറയുകയേ ചെയ്യൂ, പ്രവൃത്തി ചെയ്യാൻ അവർക്ക് ഇപ്പോഴും വലിയ രീതിയിലുള്ള പേടിയാണ്. രണ്ട് റൂട്ടിലാണ് പോകുന്നത്. അഥവാ അവർ പറയുന്ന കാര്യം, ആണവായുധ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിലായി സൗദി അറേബ്യ അമേരിക്കയുമായിട്ട് ചർച്ച നടത്തുകയും ഈ കാര്യത്തിൽ മിഡിൽ ഈസ്റ്റിനെ സഹായിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ ഏക സൈനിക ശക്തി, ആണവായുധ ശക്തി എന്ന് പറഞ്ഞാൽ ഇസ്രായേലാണ്. മറ്റ് 6 രാജ്യങ്ങൾ, സൗദി അറേബ്യയും ഖത്തറും ഒമാനും ബഹ്റൈനും UAE കുവൈറ്റ് അടക്കമുള്ള രാജ്യങ്ങളിൽ ആണവായുധമില്ല. അത് സുരക്ഷയെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. ഒരിക്കൽ ഞങ്ങൾ അറേബ്യൻ രാജ്യങ്ങൾ എല്ലാ അറേബ്യൻ രാജ്യങ്ങളുമായിട്ട് യുദ്ധത്തിലാണെന്ന് ഇസ്രായേൽ പറഞ്ഞാൽ ഇരകളാകുകയല്ലാതെ പ്രതിരോധിക്കുന്ന സംവിധാനമില്ല. ഇതിനിടെ തന്നെ
ഈ 5ാം തലമുറയിൽപ്പെട്ട F-35 യുദ്ധവിമാനം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ അമേരിക്കയും സൗദി അറേബ്യയും തമ്മിൽ കരാറുണ്ടാക്കി 48 യുദ്ധവിമാനമായിട്ടാണ് കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയത്. 38 അല്ലെങ്കിൽ 42 F-35 യുദ്ധവിമാനമുള്ള രാജ്യമാണ് ഇസ്രായേൽ. അപ്പോൾ ഇസ്രായേലും അമേരിക്കയും തമ്മിൽ പ്രശ്നമായി. സൗദി അറേബ്യക്ക് നൽകിക്കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ആകാശ യുദ്ധം നടത്താൻ സംവിധാനമുള്ള രാജ്യമായിട്ട് സൗദി അറേബ്യ മാറിയാൽ തങ്ങളുടെ നിലനിൽപ്പിനെ സാരമായിട്ട് ബാധിക്കും. അതായിരുന്നു ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് പറഞ്ഞത്. അതിനോട് വലിയ പ്രശ്നങ്ങൾ, വലിയ വിഷയങ്ങളൊക്കെ ആയി. കരാർ വ്യവസ്ഥ ഉണ്ടാക്കി അഡ്വാൻസ് പൈസ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. എന്നാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ ഒഴിവാക്കിയിട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ പ്രയാസമാണ്. ഭാവിയിൽ സാരമായിട്ട് പോലെ ബാധിക്കും. അപ്പോൾ അവരെന്ത് ചെയ്തു? കരാർ വ്യവസ്ഥ നിലനിർത്തിക്കൊണ്ട് F-35 യുദ്ധവിമാനത്തിലെ ചില സാങ്കേതിക സംവിധാനമൊക്കെ അയച്ചു മാറ്റിയിട്ട് കാഠിന്യം കുറച്ചിട്ട് സൗദി അറേബ്യക്ക് നൽകാൻ തീരുമാനിച്ചു. അപ്പോൾ സൗദി അറേബ്യയും അമേരിക്കയും തമ്മിൽ വിഷയമുണ്ടായി. ആ പ്രശ്നത്തിന് എങ്ങനെയാണ് പരിഹാരം ഉണ്ടാക്കിയത് എന്നതിനെക്കുറിച്ചുള്ള ഒരു പബ്ലിക് വിവരം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ഏതായിരുന്നാലും യുദ്ധവിമാനം ആ രീതിയിൽ സൗദി അറേബ്യയിൽ ഇറങ്ങിയിട്ടില്ല എന്നുള്ളത് കൃത്യമാണ്. അപ്പോൾ ഈ ഒരു അപമാനിക്കലാണ് ഇവിടെ നടന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇറാൻ മുന്നോട്ട് വെക്കുന്ന 2 കാര്യങ്ങളുണ്ട്. അത് വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. അതിലൊന്ന്, അറേബ്യൻ രാജ്യങ്ങൾ സുരക്ഷിതമല്ല. അതിനെന്താ ഉദാഹരണം പറയുന്നത്? ഒന്ന്, ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചു. പ്രതിരോധിക്കാനുള്ള എല്ലാ സംവിധാനവും ഉണ്ടായിട്ടും അമേരിക്ക നോക്കുകുത്തിയായി നിന്നു എന്ന് മാത്രമല്ല, അമേരിക്ക പ്രോത്സാഹനം നൽകുകയും ചെയ്തു. അതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തത്, ഒമാനെ ബോംബിട്ട് തകർക്കുമെന്ന് അമേരിക്ക പറഞ്ഞു. അമേരിക്ക ആരാ? ഒമാനുമായിട്ട് ഏറ്റവും വലിയ സൗഹൃദ ബന്ധമുള്ള, നയതന്ത്ര ബന്ധമുള്ള, സുഹൃത്ത് ബന്ധമുള്ള, ബിസിനസ് ബന്ധമുള്ള രാജ്യം. ഒമാനിൽ ഇപ്പോഴും അമേരിക്കയുടെ സൈനികരുണ്ട്. ഒറ്റപ്പെട്ടതാണെങ്കിലും താൽക്കാലികമായിട്ടാണെങ്കിലും ഉണ്ട്. അപ്പോൾ അത്രയും വലിയ ബന്ധമുള്ള ആ രാജ്യത്തെ ബോംബിട്ട് തകർക്കുമെന്ന് അമേരിക്ക പറയുമ്പോൾ എവിടെയാണ് സുരക്ഷിതമുള്ളത്? സുരക്ഷിതവുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിഷയങ്ങൾ അവിടെ ഉണ്ടാകുന്നു. ഇത് രണ്ടും ഇറാൻ ഉപയോഗിക്കുന്നു. അവിടെ വിഷയം തീർന്നിട്ടില്ല. 2025 ആക്രമണം ഇസ്രായേൽ ഇറാൻ ആക്രമിച്ചാണ് തുടങ്ങുന്നത്. തുടങ്ങിയിട്ട് പിന്നെ ഇറാൻ തിരിച്ചടിക്കുന്നു. അങ്ങനെ ഇസ്രായേലും ഇവരും തമ്മിൽ ഏകദേശം ഒരു 13 ദിവസത്തെ യുദ്ധം. 12 ദിവസം, അതായത് 1, 2, 3 ദിവസം. ആ ദിവസത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് സാധിച്ചു. ഇറാൻ തിരിച്ചടി തുടങ്ങിയ സമയത്ത്, അതായത് ആദ്യത്തെ ഘട്ടത്തിൽ ഇറാൻ പകച്ചുപോയി. അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ആക്രമണത്തിന് മുൻപിൽ ഇറാൻ ഒന്ന് വിറച്ചുപോയി. അവരുടെ കയ്യിൽ ആയുധമില്ലാത്തത് കൊണ്ടോ സംവിധാനമില്ലാത്തത് കൊണ്ടോ സൈനികരില്ലാത്തത് കൊണ്ടോ അല്ല, പെട്ടെന്നാണല്ലോ ഒരു ആഘാതം ഉണ്ടാകുന്നത്. നമ്മുടെയൊക്കെ പിറകിൽ വന്നിട്ട് ആരെങ്കിലും അടിക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു അടിയിൽ ഒരു ഞെട്ടലുണ്ടാവുമല്ലോ, എന്ത് ചെയ്യണമെന്നറിയാത്ത രീതി. ആ സംഭവം ഉണ്ടായി. പിന്നെ അതിനെ ഒക്കെ ഒരു രൂപം ഉണ്ടാക്കി, അതിനൊക്കെ ഒരു ക്രോഡീകരണം ഉണ്ടാക്കി തിരിച്ചടി തുടങ്ങി. 3 ദിവസം കഴിഞ്ഞതിന് ശേഷം ആ തിരിച്ചടി ഭയാനകരമായിരുന്നു. താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. 1948 ആ രാജ്യം ഉണ്ടായതിനു ശേഷം ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടാണ്. അതിനൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഇസ്രായേലിനെ ആക്രമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാര സംഭവമൊന്നുമല്ല, വലിയ ഗൗരവമുള്ള സംഭവമാണ്. അത് ലോകയുദ്ധം പോലെ വേണമെങ്കിൽ നമുക്കതിനെ വിലയിരുത്താൻ വേണ്ടി പറ്റും. കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ ഭാഗത്ത് തിരിച്ചടി ഉണ്ടാകുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കാൻ ശക്തിയില്ലാത്തൊരു രാജ്യം ഒരിക്കലും ഇസ്രായേലിനെ ആക്രമിക്കില്ല. അതിൻ്റെ പ്രത്യേകത. 12 ദിവസം യുദ്ധം നടന്നു. 3ാമത്തെ ദിവസം മുതൽ ഇസ്രായേലിന് മാരകമായിരിക്കുന്ന തിരിച്ചടിയും നാശങ്ങളും നഷ്ടങ്ങളും കൂട്ടനിലവിളികളും കൂട്ടപാരായണങ്ങളും 40,000 ജൂത വിഭാഗത്തിന് വീടുകൾ നഷ്ടപ്പെട്ടതും പുറത്തു വന്നു. ഗസയാണോ ഇസ്രായേലാണോ ഈ പ്രദേശം എന്ന് മനസ്സിലാകാൻ പറ്റാത്ത വിധമായിരുന്നു യഥാർത്ഥത്തിൽ ഇറാൻ്റെ തിരിച്ചടി എന്നൊരു പ്രത്യേകതയുണ്ട്. ആ തരത്തിലുള്ള ആക്രമ പരമ്പര പെരുമായ പെയ്ച്ചു എന്നുള്ളതാണ്. ഇവിടെ ഇസ്രായേൽ തോൽക്കുകയാണ്. ഇസ്രായേൽ തോൽക്കുന്ന സമയത്ത് അത് അമേരിക്കക്കും നാണക്കേടാണ്, ഇസ്രായേലിന് നാണക്കേടാണ്, അവിടെ നിലനിൽപ്പിനെ അത് ബാധിക്കും. അങ്ങനെ പരാജയപ്പെട്ടു പോകുന്ന ആ യുദ്ധത്തെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക ഇറാനെ ആക്രമിച്ചു. അവരുടെ ആണവായുധ കേന്ദ്രത്തിന് നേരെയാണ് ആക്രമണം നടന്നത്. ഫോർദോ ആണവായുധ കേന്ദ്രങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. ഇസ്ഫഹാൻ, ഫോർദോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആണവായുധ കേന്ദ്രത്തിൽ